إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير سنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചു ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെവരെയും ഞെട്ടിച്ചു കളഞ്ഞ, നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച ഒരു വിമാന ദുരന്ത വാർത്തയാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിലെ സ്വപ്നങ്ങളെ നെയ്തെടുക്കാൻ വേണ്ടി പോയവർ, കുടുംബത്തോട് യാത്ര പറഞ്ഞു പോയവർ, കൈക്കുഞ്ഞിനെ മാറോട് പിടിച്ച് ചേർത്തവർ, വീടും നാടും വിട്ട് പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ചതഞ്ഞലഞ്ഞ് മരണപ്പെട്ട വിദ്യാർത്ഥികൾ, ഇതെല്ലാം സംഭവിച്ചത് ഒരു മിനിറ്റ് കൊണ്ടാണ്. ആ വിദ്യാർത്ഥികൾ വിചാരിച്ചിട്ടുണ്ടാവുക ഞങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്താണെന്നാണ്. അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല
ഞങ്ങൾ കൂട്ടത്തോടെ കരിക്കപ്പെടുമെന്ന്. ഓരോ മരണവാർത്ത കേൾക്കുമ്പോഴും ദുരന്തങ്ങൾ കേൾക്കുമ്പോഴും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ആലോചിക്കേണ്ട വസ്തുത, തിരിച്ചറിയേണ്ട വസ്തുത, ഒരു സമയത്തും ഒരു ഗ്യാരണ്ടിയുമില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല, നമ്മുടെ ആയുസ്സിന് ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. ആകെ മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യം എല്ലാവരും മരിക്കുമെന്നുള്ള ഒരേ ഒരു കാര്യമാണ്. സൂറത്ത് മുഅ്മിനൂൻ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പുകൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം അല്ലാഹു തആല പറഞ്ഞു, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതുൻ, നിങ്ങൾ പിന്നീട് തീർച്ചയായും മരണപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അഭിപ്രായ വ്യത്യാസമില്ല എങ്കിൽ പോലും 2 പ്രാവശ്യം സുമ്മ ഇന്നകും, പിന്നീട് തീർച്ചയായും നിങ്ങൾ, ബഅദ ദാലിക, ആ ജീവിതത്തിന് ശേഷം, ലമയ്യിതുൻ, മരണപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് 2 പ്രാവശ്യം ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞതിന്റെ അർത്ഥം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കുന്നത് എനിക്കൊന്നും ഇപ്പോഴും മരണത്തിന്റെ സമയമായിട്ടില്ല, ഞാൻ ഇനിയും വർഷങ്ങൾ ജീവിക്കുമെന്ന രൂപത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം അത്രമേൽ നിസ്സാരമാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമായി എണ്ണി പറയുന്ന 5 കാര്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് ഒരാൾ പ്രവർത്തിക്കുക എന്നുള്ളതും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും അല്ലാഹു തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഏത് നാട്ടിൽ വച്ചാണ് ഓരോരുത്തരും മരണപ്പെടുക എന്നുള്ളത് അല്ലാഹു തആലക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ, അറിവുള്ളൂ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. സഹോദരങ്ങളെ, മരണം വിദൂരമാണ് എന്ന ചിന്തയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ഇഖ്തറബ ലിന്നാസി ഹസാബഹും, ജനങ്ങൾക്ക് ഇഖ്തറബ ലിന്നാസി ഹസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. എന്നാൽ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. നമ്മുടെ ജീവിതം കണ്ടാൽ ഞാനിപ്പോഴൊന്നും മരിക്കുകയില്ല, എന്റെ ഉപ്പ ഇത്ര വയസ്സുവരെ മരിച്ചിട്ടുണ്ട്, എന്നേക്കാൾ പ്രായമുള്ളവർ ഇവിടെയുണ്ട്, ഈ രൂപത്തിലാണ് നമ്മുടെ ചിന്ത പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വിഭവങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ വലിയ ചിന്തയാണ്, വലിയ ശ്രദ്ധയാണ് നമുക്കുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഫോണിലെ ചാർജ് ഒന്ന് തീർന്നു പോയാൽ, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാനുള്ള സമയമായാൽ വലിയ ശ്രദ്ധയാണ് നമുക്ക്. നമ്മുടെ ബാങ്കിലെ ബാലൻസ് ഒന്ന് കുറഞ്ഞു പോയാൽ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ ജീവിതം തന്നെ അവസാനിക്കുന്നതിനെ സംബന്ധിച്ച്, ജീവിതം തന്നെ തീർന്നു പോകുന്നതിനെ സംബന്ധിച്ച് ഒരു ആദിയും ഒരു വേവലാതിയും നമുക്കില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്നഹും യറൗനഹു ബഈദ വനറഹു ഖരീബ, അവർ വിദൂരത്താണ് എന്നാണ് അവർ വിചാരിക്കുന്നത്, എന്നാൽ വനറഹു ഖരീബ, നാം അതിനെ അടുത്തതായും കാണുന്നു എന്നുള്ളതാണ്.
സഹോദരങ്ങളെ, ആ ഒരു ചിന്തയുണ്ടെങ്കിൽ മനുഷ്യർക്ക് കൃത്യമായി നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവസുഖ സൗകര്യങ്ങളെയും ഡിസ്കണക്ട് ചെയ്യുന്ന, മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം. യാനി അൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ന് ഞാൻ മരിച്ചാൽ, ഇപ്പോൾ ഞാൻ മരിച്ചാൽ എന്താണ് എന്റെ അവസ്ഥ നിങ്ങൾ എന്ന് ആലോചിച്ചു നോക്കൂ. ഓരോരുത്തരും പല പ്രശ്നങ്ങളിലാണ്, പല പ്രതിസന്ധികളിലാണ്, പല തെറ്റുകളിലാണ്, പല പാപങ്ങളിലാണ്. പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്, പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പൊറുക്കാൻ കഴിയാതെ അകന്ന് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്, അകന്ന് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്. അടുത്ത് ഇടപഴകാൻ സാധിക്കാത്ത രൂപത്തിൽ അകന്ന് ജീവിക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ കൂട്ടത്തിലുണ്ട്, കുടുംബക്കാർ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങളുടെ പിണക്കങ്ങൾ തീർത്തെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, കടമുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ കടം എഴുതി വെക്കണം. എപ്പോഴാണോ മരിച്ചത്, ആ മരണത്തിന് ശേഷം ബന്ധപ്പെട്ട ആളുകൾക്ക് എത്ര കടമുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ആ കടം വീട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്? അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, നാം കൽപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമാണ്. എപ്പോഴാണ് നാം മരണപ്പെടുക എന്നുള്ളത് ഒരുറപ്പുമില്ലാത്ത കാര്യമാണ്, ആർക്കും അറിയാത്ത കാര്യമാണ്. ഏതെങ്കിലും ഒരു ദുരന്തം വന്നുകൊണ്ടോ, ആക്സിഡന്റ് വന്നുകൊണ്ടോ, വെറുതെ ഒരു കാരണവും അറിയാത്ത കാരണങ്ങൾ വന്നുകൊണ്ടോ, ഏതെങ്കിലും കാരണം വന്നുകൊണ്ട് മരണപ്പെടുന്നവരല്ല നമ്മൾ. നേരെ മറിച്ച് നമ്മുടെ സമയമാകുമ്പോൾ, നമ്മുടെ ആയുസ് അവസാനിക്കാറാകുമ്പോൾ ഏതെങ്കിലും ഒരു കാരണം വന്നുകൊണ്ട് നമ്മുടെ ആയുസ് അവസാനിക്കും. ഇന്ന കാരണം കൊണ്ട്, ആക്സിഡന്റ് കൊണ്ട് മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ല. കിഡ്നി ഫെയിൽ ആയതുകൊണ്ട് മരണപ്പെട്ടു, ക്യാൻസർ വന്നതുകൊണ്ട് മരണപ്പെട്ടു, ഇല്ല. ആ കാരണങ്ങളിൽപ്പെട്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് മരണപ്പെടാനുള്ള കാരണം നിങ്ങളുടെ ആയുസ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മേൽപ്പറഞ്ഞിട്ടുള്ള കാരണങ്ങളെല്ലാം വന്ന് ജീവിക്കുന്ന ആളുകള് ഇപ്പോഴുമുണ്ട്, അല്ലെ? വിമാന ദുരന്തത്തിൽപ്പെട്ട് 242 ആളുകളിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അയാൾ മരണപ്പെട്ടിട്ടില്ല, അയാളുടെ ആയുസ് എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം. ക്യാൻസർ വന്നുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്, കിഡ്നി ഫെയിലിയർ വന്നുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ലിവർ ഫെയിലായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഫെയിലായിട്ടും ആന്തരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടും വർഷങ്ങൾ കോമയിൽ കിടക്കുന്ന ആളുകളുണ്ട്. എല്ലാം അവസാനിച്ചിരിക്കുന്നു, എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചിരിക്കുന്നു, കോമയിലാണ്. വർഷങ്ങൾ, 15 വർഷം, 20 വർഷം. എന്തുകൊണ്ടാണ് മരണപ്പെടാത്തത്? അവരുടെ ആയുസ് എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ്. 5 വയസ്സായ, 4 വയസ്സായ, 6 വയസ്സായ കുട്ടികൾ രാവിലെ എണീക്കുന്ന സമയത്ത്, ഉണർത്തുന്ന സമയത്ത് അവർ എണീക്കുന്നില്ല, അവർ മരണപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചൊരു കാരണം പറയാനൊന്നുമില്ല. നേരെ മറിച്ച് ഒറ്റ കാരണമാണ്, അവരുടെ ആയുസ് തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഒരാളുടെ ആയുസ് വന്നെത്തിയാൽ ഞാനും നിങ്ങളും ഏതെങ്കിലും കാരണം വന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാരണങ്ങളാലും നാം മരണപ്പെടും. അതുകൊണ്ട് എപ്പോ മരണപ്പെട്ടാലും ഞാൻ തയ്യാറാണ്
എന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതാണ് ഓതി വെച്ച ആയത്തിലുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്തെല്ലാം മുന്നൊരുക്കമാണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും പരിശോധിച്ചു നോക്കട്ടെ. വീണ്ടും പറയുകയാണ്, വത്തഖുല്ലാഹ്, ആ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്തുകൊണ്ട്? ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിഗൂഢജ്ഞാനിയാണ്, കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവരാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എങ്ങനെ മരിക്കും എന്നതല്ല വിഷയം, മരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതാണ്. മരിക്കുമ്പോൾ എങ്ങനെയാണ്? മുഅ്മിനായിട്ടാണോ, മുസ്ലിമായിട്ടാണോ, നന്ദി കണ്ട ആളുകളായിട്ടാണോ, നന്ദിയുള്ള ആളായിട്ടാണോ ഞാൻ മരണപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ദിവസവും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അയാൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ അഹ്യാന, നമ്മെ ജീവിപ്പിച്ച, ബഅദമാ അമാതന, മരണപ്പെട്ടതിന് ശേഷം, മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് മടക്കമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഉറക്കമുണരുന്നത്, ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ബിസ്മില്ലാഹ്, അതേപോലെ കിടക്കുന്ന സമയത്ത് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉറക്കിലേക്ക് പോകുന്ന സമയത്തുള്ള പ്രാർത്ഥനകള് പരിശോധിച്ചു നോക്കിയാൽ അവിടെയും മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കുന്ന പ്രാർത്ഥനകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വാഹനത്തിൽ കയറുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നിട്ടുള്ള അല്ലാഹു എത്ര പരിശുദ്ധൻ. ഈ വാഹനം പ്രയോജനപ്രദമാക്കാവുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് മുമ്പ് അറിവില്ലായിരുന്നു. ഈ രൂപത്തിൽ പ്രയോജനപ്രദമാക്കാവുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് കീഴടക്കി തന്നിട്ടുള്ള അല്ലാഹു തആല പരിശുദ്ധനാകുന്നു. പിന്നെ പറയുന്ന കാര്യം എന്താണ്? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നിശ്ചയമായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു എന്നാണ്. എല്ലാ പ്രാർത്ഥനകളിലും, എല്ലാ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ചെയ്യുന്ന പ്രാർത്ഥനകളിലും ഇതാ ഓരോ സമയത്തും അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിനെ പറ്റി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു തആല. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഏത് സമയത്തും ഒരുങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ മരിക്കാനാണെങ്കിലും ഞാൻ റെഡിയാണ് എന്നുള്ളതാണ്. മുസ്ലിമായി മരിപ്പിക്കണേ എന്ന പ്രാർത്ഥന, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു തആല പഠിപ്പിച്ചു. തവഫനി മുസ്ലിമ വഅൽഹഖനി ബിസ്സാലിഹീൻ, അല്ലാഹുവേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹഖനി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് അൻസാരിയായ ഒരാൾ കടന്നു വന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ,
മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹിയുടെ മറുപടി അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, സൽ സ്വഭാവിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ മുഅ്മിനീങ്ങളിൽ എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. തിരിച്ച് അദ്ദേഹത്തിന്റെ ചോദ്യം ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അക്സറുഹും ലിൽ മൗതി ദിക്റാ, അവരിൽ ഏറ്റവും കൂടുതൽ മരണത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നവരാണ്, മരണത്തെ കുറിച്ച് സ്മരിക്കുന്നവരാണ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനാണ്. ഉലൈകൽ അഖിയാസ്, അവരാകുന്നു ബുദ്ധിമാന്മാർ. മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി മുന്നൊരുക്കം നടത്തുകയും ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, പരലോകത്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, നിക്ഷേപിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ നിക്ഷേപിക്കുന്ന ആളുകളാണ് ബുദ്ധിയുള്ള ആളുകൾ. കാരണം നശ്വരമായ ഈ ജീവിതത്തിൽ 70, 80, 90, 100 വർഷങ്ങൾ ജീവിക്കാൻ നാം പാടുപെടുന്നു. നാം ബിസിനസ്സുകൾ ചെയ്യുന്നു, നാം ജോലികൾ ചെയ്യുന്നു. പക്ഷേ മരണത്തിന് ശേഷമുള്ള അനശ്വരമായ ലോകത്തിന് വേണ്ടി ഒരു ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ എന്തൊക്കെയാണ് അവിടെയുള്ള ആഡംബരത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി, അവിടെ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റി ആലോചിക്കുകയും ആ കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ. അവരാണ് മുഅ്മിനീങ്ങളുടെ ബുദ്ധിമാന്മാർ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കണം. ഒരു അവസരവും നാം നഷ്ടപ്പെടുത്തരുത്. ഒരു അവസരവും നല്ലത് ചെയ്യാനുള്ള, നല്ലത് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരവും നാം നഷ്ടപ്പെടുത്തരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നല്ല കർമ്മങ്ങളിൽ ഒന്നും നീ നിസാരമായി കളയരുത്, നിസാരമായി കാണരുത്. ഒരാളെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുന്നത് പോലും നന്മയാണ്, അതിനെപ്പോലും നിസാരമായി കാണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ രൂപത്തിൽ അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന, അല്ലാഹുവിന്റെ തൃപ്തി നേടിത്തരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അതിന് പ്രത്യേകമായ വയസ്സോ പ്രത്യേകമായ സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല എന്നും നമ്മുടെ മരണത്തിന്റെ ആയുസ്സിന്റെ അവസാനമെത്തിയാൽ അത് എന്തെങ്കിലും കാരണം വന്ന് അത് നമ്മിലേക്ക് വരുമെന്ന് കൃത്യമായി നാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളിൽ നാം വളരെ ആവേശത്തോടെ വ്യാപൃതരാകണം എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ടുള്ള വാഹനം എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം
പല ആളുകൾക്കും പല രൂപത്തിലായിരിക്കും അവരുടെ സാമ്പത്തിക അവസ്ഥ വെച്ച്. ഏത് വാഹനമാണെങ്കിലും ആ വാഹനത്തിൽ കയറുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആ, ആ ദുആ പ്രാർത്ഥിച്ച് ഒരാൾ വാഹനത്തിൽ പ്രവേശിച്ച് അയാൾ ആ വാഹനത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അവൻ നല്ല മരണം വരിച്ചു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഏതാണ് ദുആ? ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, വെറുമ്പാക്ക് പറഞ്ഞാൽ പോരാ. എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറയണം. നമ്മുടെ മനസ്സിൽ തട്ടി പറയണം. എന്താണ് പറയുന്നത്? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാകുന്നു, മടങ്ങേണ്ടവരാകുന്നു. അത് മനസ്സിൽ തട്ടി പറയണം. അതുകൊണ്ട് വാഹനത്തിൽ കയറി സിനിമക്ക് പോകാൻ തോന്നൂല, വാഹനത്തിൽ കയറി തെറ്റുകളിലേക്ക് പോകാൻ തോന്നൂല, തെറ്റായ സ്ഥലങ്ങളിലേക്ക് വാഹനത്തിൽ കയറി പോകാൻ സാഹചര്യം ഉണ്ടാകൂല മനസ്സിൽ തട്ടി പറയുമ്പോ. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അങ്ങനെ ഒരു അവസ്ഥ വരണമെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാകണം? നാം മതത്തെപ്പറ്റി പഠിക്കണം, മതത്തെപ്പറ്റി അറിയണം, മനസ്സിലാക്കണം. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? വെറും ഒരു മദ്രസ കൊണ്ട് നമ്മുടെ മക്കളുടെ ദീൻ, നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസം അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷം മറ്റു വല്ല മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക പോലും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ദുനിയാവിന് വേണ്ടി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റേജ്, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ മക്കളുടെ കാര്യം. എന്നാൽ ഇതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത രക്ഷിതാക്കൾ. ആ ഒരു ചിന്ത ഉണ്ടായാൽ മാത്രമാണ് മതത്തെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അവർ നമുക്ക് കൺകുളിർമയുള്ള മക്കളായി ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. അതിനെന്തു വേണം? മതപഠനം നടക്കുന്ന സാഹചര്യങ്ങൾ, അവസരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ അവസരങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുകയും ചെയ്യണം. അതില് ഒരു സാഹചര്യമാണ്, ഒരു അവസരമാണ് MSM നടത്തുന്ന CRE എന്ന സംരംഭം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കാണ് CRE നടത്തുന്നത്. നമ്മുടെ എത്ര മക്കൾ അതിലുണ്ട്? നമ്മുടെ എത്ര ആളുകളുടെ പേരമക്കൾ അതിലുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. ചില ആളുകൾക്ക് അവരുടെ മക്കൾ വലുതാവൂല. മാതാപിതാക്കൾ റോൾ മോഡൽ ആവണം. യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന കാര്യം അവർ അനുസരിക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത് അവർ അനുസരിക്കുന്നു. മക്കൾ എപ്പോഴാണ് ഹിജാബ് ഇടുക? എപ്പോഴാണ് ഹിജാബ് ഇടുക? മാതാപിതാക്കൾ അതിൽ ശ്രദ്ധ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ അവസ്ഥ എന്താണ്? 8ലും 9ലും 10ലും 11 +1 +2 പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? അവർ ഹിജാബ് ഇടുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവരുടെ തല മറക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ അവർ അവരുടെ മക്കളുടെ കാര്യത്തിൽ ജാഗ്രതയുള്ളവരാണ്. അല്ല എങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വഞ്ചിക്കുന്നു എന്നാണ് അർത്ഥം. എടാ, എൻ്റെ മോള തട്ടൊന്ന് ശരിയാക്കൂടെ എന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ എൻ്റെ മറുപടി എന്തറിയോ? ചെറിയ കുട്ടിയല്ലേ. ഏതാ ചെറിയ കുട്ടി അറിയോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി.
9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടി, +1ലും +2ലും പഠിക്കുന്ന ചെറിയ കുട്ടി, ഓന്റെ കുട്ടി വലുതാവൂല. ഓന്റെ ഭാര്യ അതേപോലെ ഓൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ചെറിയ ഭാര്യക്കരം. കാരണം ഓളെന്ത് ചെയ്യണില്ല, തലമറക്കണില്ല, ഒരു ബോധമല്ല. ഞാൻ അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങാടിക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാവുന്ന സംഗതിയുള്ളൂ. ആരാണ് ഇപ്പൊ കറക്റ്റ് തലമറച്ചുകൊണ്ട് പോകുന്ന യുവതികൾ, സ്ത്രീകൾ? അതൊക്കെ നിങ്ങളുടെയും എന്റെയും ഒന്നുകിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ മകളാണ്, അല്ലെങ്കിൽ പെങ്ങളാണ്, അല്ലേ? ശ്രദ്ധിക്കുന്നില്ല നമ്മൾ. എന്തുകൊണ്ടാണ് അവർക്കതിന് സാധിക്കാത്തത്? അവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ട് അവർക്ക് ഗൗരവം മനസ്സിലായിട്ടില്ല? അവർ ഈ CRE പോലുള്ള മത പഠന സംരംഭങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്നില്ല. അവിടെയാണ് അടിസ്ഥാനം. ഇതിന്റെ ഗൗരവം എപ്പോഴാണ് അവർ മനസ്സിലാക്കുക? ദീന് മനസ്സിലാക്കുമ്പോഴാണ്, അതിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോഴാണ്, മതം പഠിക്കുമ്പോഴാണ്. ആ അവസരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മളെ കൂട്ടിപ്പിടിക്കുമ്പോഴാണ്, ചേർത്ത് വെക്കുമ്പോഴാണ് അതിനുള്ള അവസരങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകും. അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ആ രൂപത്തിൽ കുടുംബത്തിൽ ഒരു ദീനി അന്തരീക്ഷം, മതപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.